നമ്മളെ ബിൽഡിങ്ങിൽ പണിയെടുക്കുമ്പോൾ ചിലർ പൈസ ചോദിക്കുമ്പോൾ അവർ മുഖം കാണും, ഇത് നിങ്ങളെ കൂലി അധികമാണ്, ചിലവരങ്ങനെ പറയും, ചിലവർ കുറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ദിവസങ്ങളിൽ നമ്മൾ ബിൽഡിങ്ങിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. ബിൽഡിങ്ങിൽ പണി അറിയുന്നവരും പോയവർക്കും മനസ്സിലാവും. ചില ദിവസം ഉറങ്ങാൻ പറ്റില്ല, കണ്ണടക്കാൻ പറ്റില്ല. ചില പണികൾ അങ്ങനെയാണ്. അതായത് ബെൽഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത്ര അടുത്ത് നിന്നൊക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതിൽ ചൂട് പുകയൊക്കെ അടിച്ചിട്ട് കണ്ണൊക്കെ പോവും. അതുപോലെ ഇത് തോലൊക്കെ പോവും. തോലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടോ. ചിലപ്പോൾ ആളെ മുന്നിൽ ഇറങ്ങി സംസാരിക്കാനൊക്കെ ഒരു മടിയായിരിക്കും. കാരണം കാണുന്നവരെന്താ വിചാരിക്കുക, തോലൊക്കെ പറഞ്ഞിട്ട് എന്ന് നമ്മൾ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ബിൽഡിങ്ങിൻ്റെ പണി. നമ്മൾ ലൈഫ് വെച്ച് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒരുപാട് പണിക്ക് ഞാൻ പോയിട്ടുണ്ട്. ലോഡിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്, തേപ്പിൻ്റെ പണി എടുത്തിട്ടുണ്ട്, ഡിസൈൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കിന് പോയിട്ടുണ്ട്, ഗാർഡൻ വർക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയത് എനിക്ക് ബിൽഡിങ്ങിൻ്റെ പണിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പണിയെടുത്ത് നമ്മൾ പരമാവധി നിങ്ങൾക്കും നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കും നമ്മളൊരു കൂലി പറയാം. അപ്പം അതിൽ നിന്ന് കുറക്കാൻ നിങ്ങൾ നോക്കാൻ പാടില്ല. അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇപ്പം നോക്കി നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കണ്ടില്ലേ, ആ ഫോട്ടോയിലൊക്കെ എവിടെയൊക്കെ തോല് പോയത് ഞാൻ കാണിച്ചു തന്നു. അത് വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ കാണാത്തത് കൊണ്ടാണ്, ഞാൻ ശരിക്കും ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടുകയെന്ന് കാണിച്ചു തന്നെ. നമ്മൾ ഈ കണ്ണൊക്കെ പോയില്ല ബ്രോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വർക്ക് നമുക്ക് തരുമ്പോൾ നമ്മൾ പറഞ്ഞ ആ കൂലി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എടുത്തതിന് ശേഷം ഇത് കുറക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ലൈഫാണ് ബ്രോ, നമ്മളെ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട്. കണ്ണൊക്കെ പോയി. പിന്നെ ഇവിടെയൊക്കെ അത്രയും എന്താ പറയുക, നിങ്ങളിനി വർക്ക് തരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കൂലി നമ്മൾ പറഞ്ഞ പൈസ